നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. കൊച്ചി പനമ്പിള്ളി നഗറിൽ കുഞ്ഞിനെ കൊന്നു റോഡിലെറിഞ്ഞത് അമ്മയെന്ന് പോലീസ്. പീഡനത്തിനിരയായ പെൺകുട്ടിയാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നവജാത ശിശുക്കളുടെ കൊലപാതകം കേരളത്തിൽ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സൈക്കാട്രിസ്റ്റായ ഡോക്ടർ എൽസി ഉമ്മൻ, സൈക്കോളജിസ്റ്റ് നിധിൻ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. അതിഥികളിലേക്ക് എത്തും മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി ആജ്ഞ രവീന്ദ്രൻ പനമ്പിള്ളി നഗറിൽ നിന്നും ചേരുകയാണ്. ആജ്ഞ, നമ്മൾ ഇത്രയും നേരം ഈ വിഷയം അതീവ ഗൗരവത്തോടെ സംസാരിക്കുകയായിരുന്നു. അവിടെ നിന്നും ആജ്ഞ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിനി അറിയേണ്ടത് പോലീസ് ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്താണ്, ഇതിന്റെ കാരണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ കുട്ടി ചെയ്തത്, ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് അതിനെ നയിച്ചത് എന്നുള്ളതാണ്. എന്താണ് ആ വിഷയത്തിൽ പോലീസ് പറയുന്നത്? അശ്വതി, പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് പോലീസിനോട് പെൺകുട്ടി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. അവരൊരു കേസിലെ അതിജീവിതയാണ്. അതിലൂടെ സംഭവിച്ച പ്രഗ്നൻസി, ഗർഭമാണിത്. ഇതേ തുടർന്ന് ആണ് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് പെൺകുട്ടി എത്തിയത്. പക്ഷെ ഈ കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞതോ പെൺകുട്ടി പ്രസവിച്ചതോ ആയ സംഭവങ്ങളൊന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്. അതേസമയം പെൺകുട്ടി അതിന്റെ കഴുത്തിൽ ഒരു ഷാള് കെട്ടി മുറുക്കി എന്നൊരു അങ്ങനെ ആ ഒരു തരത്തിലാണ് കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത്. പക്ഷെ ഇവിടെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പോലീസ് പറയുന്നത് ചാവിള്ളയാണെങ്കിൽ അത് ആണോ അതല്ലെങ്കിൽ കൊലപാതകത്തിൽ ശേഷം കുഞ്ഞ് മരിച്ചതാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം തന്നെ വേണ്ടിവരും. അതിനുശേഷം മാത്രമേ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് അങ്ങനെ ഒരു എത്താൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്, പോലീസ് കമ്മീഷണർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ചാവിള്ളയാണെങ്കിൽ ഒരു പക്ഷേ പെൺകുട്ടിയുടെ കൊലപാതകത്തിനോ അല്ലെങ്കിൽ കൊലപാതക കേസ് എന്നുള്ള ഒരു സാഹചര്യം ഒഴിഞ്ഞു പോയേക്കാം, അത് വാനിഷായി പോയേക്കാം എന്ന് വിചാരിക്കാം. പക്ഷേ പെൺകുട്ടി കൊലപ്പെടുത്തിയത് തന്നെയാണെങ്കിൽ രാവിലെ 5 മണിക്കാണ് പെൺകുട്ടി പ്രസവിച്ചത്. 8:15 കൂടിയാണ് ഇതിനെ കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിയുന്നത്. ഈ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ആണ് എന്ന് തെളിഞ്ഞാൽ കൊലപാതകം കുറ്റം പെൺകുട്ടിക്ക് നേരെ ചാർജ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു ചോദ്യമുള്ളത് റേപ്പിസ്റ്റ് ആരാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അതിജീവിതയാണെന്ന് അവകാശപ്പെടുന്നു. അതിലൂടെ ഉണ്ടായ കുഞ്ഞാണ് എന്ന് പറയുന്നു. ദുരഭിമാനം മൂലമായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഇത് ചെയ്തത് എന്ന് നമുക്ക് അസസ് ചെയ്യാം, അങ്ങനെ നമുക്ക് അനുമാനിക്കാമെന്ന് വിചാരിച്ചോളൂ. പക്ഷേ അവിടെയുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി എങ്ങനെയാണ് ഈ സാഹചര്യത്തിലേക്ക് എത്തിയത്, ആരാണ് ഈ റേപ്പിസ്റ്റ്, ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള സാഹചര്യം കൂടി അവിടെയുണ്ട്. പക്ഷെ ഇനി ഈ കേസ് തിരിയുന്നത് ഇതിലേക്കായിരിക്കും. ആരാണ് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയാക്കപ്പെട്ട സാഹചര്യം എന്താണ്, ഇതിനു മുൻപ് പരാതികൾ നൽകി ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് മറികടക്കാനാവുക എന്നുള്ളതാണ് ഇനി പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ പോലീസ് ഇനി കടക്കേണ്ട പ്രധാന കടമ എന്ന് പറയുന്നത് ഇതാണ്. അത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി വരുന്നതും. പക്ഷേ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നവജാത ശിശുക്കളെ കൊല്ലുന്ന അമ്മമാരുടെ എണ്ണം അത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു കേരളത്തിൽ എന്നുള്ള വലിയ ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇത് ചർച്ചയാക്കുന്നത്. ഓരോ കേസുകൾ എടുക്കുമ്പോഴും വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ 5 തെങ്ങിൽ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ വളരെ റീസെന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത്. പോത്തൻകോട് 36 ദിവസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ ശേഷം അമ്മ കൊന്നു എന്ന വാർത്തയുണ്ട്. കഴിഞ്ഞ ഏപ്രിലാണ് കാസർഗോഡ് 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന അമ്മ ആത്മഹത്യ ചെയ്തത്. ഇതൊക്കെ ഈ മാനസിക നില അത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ആരാണ് ഇതിന് പിന്തുണ കൊടുക്കേണ്ടത്? ഇവർക്ക് ആരാണ് പിന്തുണ കൊടുക്കേണ്ടത്? ആ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ടോ? ഇത് കൊലപാതകത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നതടക്കമുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ട്. നമുക്കൊപ്പം ഡോക്ടർ എൽസി ഉമ്മനും ശ്രീ നിധിനും, സൈക്കോളജിസ്റ്റ് നിധിനും ചേരുന്നുണ്ട്. ഞാൻ ആദ്യം ശ്രീ നിധിനിലേക്ക് പോവുകയാണ്. സർ, ഇത്തരത്തിൽ നമുക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇത്ര അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. മാനസിക നില അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഈ വിഷയത്തിൽ? ഇനി പോലീസ് അന്വേഷിക്കുന്നതും ആ രീതിയിൽ തന്നെ ആകില്ലേ? തീർച്ചയായിട്ടും ഈ ഒരു കേസ് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നമ്മളിനിയും മുന്നോട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പോയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ജനറലി ഈ നവജാത ശിശുക്കളുടെ കൊലപാതകം പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്പെസിഫിക് കേസുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, ജനറലി. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് പോലുള്ള മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ
ഡെലിവറിക്ക് ശേഷം പ്രത്യേകിച്ച് അവർക്ക് ഇതുപോലെ കൊല്ലുക എന്നുള്ള കമാൻഡൊക്കെ ഹലൂസിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കുട്ടികളെ കൊല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പർ അല്ലെങ്കിൽ സ്പൗസ് കൂടുതലായിട്ട് ടേക്ക് കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഇൻ്റർവെൻഷൻ ചെയ്യാനും പറ്റുന്നൊരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഓൾറെഡി എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം കെയർഫുൾ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലോ ഈ ഡെലിവറി ടൈമിലോ എന്തെങ്കിലും തരത്തിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിപ്രസീവ് മൂഡ്, അതുപോലെ തന്നെ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, ക്ഷീണം മുതലായ ഡിപ്രഷൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കാണിക്കുകയാണെങ്കിൽ അവരെ പ്രത്യേകം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഒരു പൊതുസമൂഹം എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു സ്പെസിഫിക് കേസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ട്രഡീഷണൽ ആയിട്ടുള്ള മാരിറ്റൽ ലൈഫ് വളരെയേറെ എൻകറേജ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അല്ലാത്തിടത്തോളം കാലം ഇതുപോലുള്ളൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ളൊരു വേറൊരു ഇഷ്യൂ ആണ് സെക്സ് ഔട്ട്സൈഡ് ദ മാരേജ്. മാരിറ്റൽ ലൈഫിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള സെക്ഷുവൽ ലൈഫുകളൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള കോൺസിക്വൻസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വളരെ യങ്ങറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടീനേജ് ടൈമിൽ തന്നെ കുട്ടികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ളൊരു അവയർനെസ് കൊടുത്താൽ മാത്രമേ ഇവയൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഡോക്ടർ എൽസി ഉമ്മൻ, നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ അതിജീവിതയാണ് എന്ന് പോലീസ് പറയുമ്പോൾ ആ കുട്ടി പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയാണെന്നുള്ളതാണ്. ആ കുട്ടിയുടെ ഇന്നുവരെയുള്ള മാനസിക സമ്മർദ്ദം അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയുമായിരിക്കും. അത് രക്ഷകർത്താക്കളോട് പോലും ഗർഭിണിയായിരുന്നെന്ന് പറഞ്ഞില്ല എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. നമുക്ക് ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കുഞ്ഞ് മരിച്ച ശേഷമാണോ വലിച്ചെറിഞ്ഞത്, കുഞ്ഞിനെ കൊന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി കൂടുതൽ ശരിയായ ശേഷമായിരിക്കും പോലീസ് അത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോകുക. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കില്ലേ ആ കുട്ടി? എന്താണ് താങ്കൾക്ക് ആമുഖം എന്ന രീതിയിൽ പറയാനുള്ളത്? ഫിലിസൈഡ്, അതായത് ഇതിന് പറയുന്ന ടേമാണ് ഫിലിസൈഡ്, അതായത് സ്വന്തം കുഞ്ഞിനെ അമ്മ കൊന്നു കളയുന്ന ഒരു സാഹചര്യം. പ്രധാനമായിട്ട് 5 സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറയുന്നത് അൺവാണ്ടഡ് പ്രഗ്നൻസി, അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള റേപ്പ് വിക്ടിംസ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ഉള്ള കുട്ടി ഉണ്ടാകുന്നത്, ഇത്തരം വേണ്ടാതെ ഉണ്ടാകുന്ന ഒരു കുട്ടി അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഫിലിസൈഡിന്റെ റിസ്ക് കൂടുതലാണ്. രണ്ടെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ഈ പറഞ്ഞതുപോലെ വിഷാദ സമയത്ത് സ്വയമായിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുള്ള സ്ത്രീകൾ കുട്ടിയെ കൊന്നു കളഞ്ഞിട്ട്, കുട്ടി ആർക്കും ബാധ്യതയാകണ്ടെന്ന് കരുതി കുട്ടിയെ കൊന്നു കളഞ്ഞിട്ട് സ്വയം ആത്മഹത്യ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. മൂന്നാമെന്ന് പറയുന്നത് എന്തെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങൾ, സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുള്ളവർ കുട്ടിയെ കൊന്നു കളയാനുള്ള ഒരു സാധ്യതയുണ്ട്. നാലാമത്തേന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഒരു ഡിവോഴ്സ് ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ കുട്ടിയുടെ കസ്റ്റോഡിയൻ മറ്റൊരാൾക്ക്, അതായത് എതിരാളിന് കിട്ടുന്നെന്ന് കാണുമ്പോൾ ആ വാശിയുടെ പുറത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട എന്നുള്ള ആ ഒരു രോക്ഷം അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യ ബുദ്ധിയുടെ പുറത്ത് കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അഞ്ചാമതെന്ന് പറയുന്നത് കുട്ടി ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിവോഴ്സ് ആകാം, അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിന് തടസ്സം ഈ കുട്ടി ആകുന്നു എന്ന് തോന്നുമ്പോൾ ആ തടസ്സം നീക്കണം എന്നുള്ള ഒരു വാഞ്ചയിൽ കുട്ടിയെ കൊന്നു കളയുന്ന അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെ 5 പ്രധാന കാരണങ്ങളാണ് ഫിലിസൈഡിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടുത്തേത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു റേപ്പ് വിക്ടിമാണ് ആ പെൺകുട്ടി. അങ്ങനെ ആവുമ്പോൾ നമ്മൾ വളരെയധികം അനുതാപപൂർവ്വം അത് കേൾക്കേണ്ടതും കൂടെ ആവശ്യമാണ്. കാരണം ഇങ്ങനെ ഒരു ദുരന്തം ഒരു കുട്ടിയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടിക്ക് തുറന്നു പറയാനൊരു സാഹചര്യം വീട്ടിൽ പോലും ഉണ്ടായില്ല എന്നുള്ളത് വളരെയധികം കൗതുകത്തോടെയാണ് ഞാനത് കാണുന്നത്. കാരണം ഇത്രയും ഒരു പ്രശ്നമുണ്ടായി, ഗർഭിണിയായി, റേപ്പിനിരയായി, ഗർഭിണിയായതിനു ശേഷം ഇങ്ങനെ ഈ ഒരു സാഹചര്യം വരെ വന്നിട്ടും വീട്ടുകാർക്ക് പോലും ഇത് മനസ്സിലായില്ല എന്നുള്ളത് അത് എത്രമാത്രം അത് നമുക്ക് വിശ്വസനീയമാണെന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. എന്നിരുന്നാലും അവർ പറയുന്നത് 100% ശരിയാണെന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ജീവിതത്തിൽ വന്നപ്പോൾ അതിന് തുറന്നു പറയാനൊരു വേദി വീട്ടുകാരുൾപ്പെടെ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഉൾപ്പെടെ എങ്ങും അതിന് ലഭിച്ചില്ല എന്നുള്ളത് വളരെയധികം ഖേദിക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
ഇത്തരം സാഹചര്യങ്ങൾ കുട്ടികൾക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഈ കുട്ടിക്ക് ഇത് മുന്നേ തുറന്നു പറയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രഗ്നൻസി തന്നെ ഒഴിവാക്കാവുന്ന, റേപ്പ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്രഗ്നന്റ് ആവാതിരിക്കാൻ ചില മുൻകരുതലുകളൊക്കെ എടുക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം പോലും എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, പ്രഗ്നന്റ് ആയെങ്കിൽ പോലും നിയമത്തിന്റെ അനുവാദത്തോടെ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അതിന് വേണ്ടുന്ന രീതിയിലുള്ള സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഗർഭം മുന്നോട്ട് കൊണ്ടുപോയി പ്രസവിച്ചു മറ്റൊരു ക്രൈം ചെയ്യുന്നതിന് ആ കുട്ടിയെ തള്ളിവിടത്തക്ക രീതിയിൽ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകാതെ പല ഘട്ടങ്ങളിൽ ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യായിരുന്നു. ഈ ഒടുവിലത്തെ ഒരു ക്രൈമെങ്കിലും നമുക്ക് ഒഴിവാക്കി ആ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെടുത്തുന്ന രീതിയിലായി തീരാതെ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ അവസരങ്ങളെല്ലാം എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അതെന്തായാലും താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ വീട്ടുകാരോട് പോലും പറയാതെ ഒളിച്ചു വെച്ചിരുന്ന ഒരു ഗർഭാവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രമാത്രം ഒരു സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അത് തന്നെയല്ല, ഇത് ഒരു 3 മണിക്കൂറിന്റെ ഗ്യാപ്പ് ഉണ്ട്, പുറത്തേക്ക് എറിഞ്ഞതും കുട്ടി ജനിച്ചതും തമ്മിലൊരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് തന്നെ ഏറ്റവും കൗതുകരമായിട്ട് എനിക്ക് തോന്നിയത്, വീട്ടുകാർക്ക് വീട്ടിലൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, അവരുൾപ്പെടെ ആർക്കും ഈ കുട്ടിയുടെ ശാരീരിക മാനസിക വ്യതിയാനങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താണെങ്കിലും ഒരു വയറ് വലുതാകുകയും അബ്ഡോമിനൽ ഗർത്തൊക്കെ വലുതാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. എന്നിട്ട് സ്വന്തം അമ്മയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു സ്ത്രീകൾക്ക് ആർക്കും തന്നെ അത് ബോധ്യമായില്ല എന്നുള്ളത് ഒരു സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ. മാസം തികയാതെയുള്ള ഒരു പ്രസവം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രീറ്റേം ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വയറ് വലുതാകണമെന്നൊന്നുമില്ല. ആ ഒരു സാഹചര്യം അല്ലാതെ മറ്റു സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ മാസം തികയാതെ പൂർണ്ണ ഗർഭിണിയായി പ്രസവിച്ചതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കുറച്ച് നെഗ്ലിജൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും ശാരീരിക വ്യതിയാനങ്ങൾ ഒരുപാട് ഉണ്ടാകും. അപ്പോൾ അതൊന്നും തിരിച്ചറിയാതെ പോയതും ഒക്കെയും തന്നെ എന്തുകൊണ്ടാണെന്ന് നമ്മൾ കൃത്യമായി നോക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയല്ല, ഒരു ദുരന്തം ജീവിതത്തിൽ കടന്നു വന്ന കുട്ടി അല്ലെങ്കിൽ ഒരു അബ്യൂസിനിരയായ കുട്ടി, നിയമം ഉൾപ്പെടെ ഒരു സഹായവും ആ കുട്ടി ഇത്രയും കാലം തേടാതെ സ്വന്തം മനസ്സിൽ അത് കൊണ്ടു നടന്ന് അത് ഇത്രയും കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് അധികമായിട്ട് അത് ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഒരു പെൺകുട്ടി ആ ഒരു നിലപാടിലേക്ക് എടുത്തു? മറ്റു ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കാരണം അത് ബാംഗ്ലൂരിൽ പോയി പഠനാവശ്യത്തിന് പോയതാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ഇതൊക്കെയും നമ്മൾ ചിന്തിച്ച് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു സമയവും കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം. ഏതായാലും ഒരു എല്ലാവരെയും തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പനമ്പള്ളി നഗറിൽ ഉണ്ടായിരിക്കുന്നത്. അതെ, ശ്രീ നിധിൻ, ഈ പനമ്പള്ളി നഗറിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തിൽ ഊന്നിയാണെങ്കിലും മറ്റു പല വിഷയങ്ങളിലേക്കുമാണ്, അതായത് മറ്റു പല സാഹചര്യങ്ങളിലേക്കുമാണ്. നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായി പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചും ഇതുപോലെ കിണറ്റിലെറിഞ്ഞും കൊല്ലുന്ന അമ്മമാരുടെ എണ്ണവും ഇതുപോലെ നമ്മൾ ഓരോ ദിവസവും വാർത്തയിൽ കാണുന്നുണ്ട്. അത് കൂടിക്കൂടി വരികയാണ്. നേരത്തെ താങ്കൾ പറഞ്ഞൊരു ടേം ഡിപ്രഷൻ, ആ ഡിപ്രഷൻ എത്രത്തോളം ഇപ്പോൾ വില കൊടുക്കുന്നുണ്ട് ഈ വീട്ടിലുള്ളവർ, അവരുടെ ഒപ്പമുള്ളവർ, അവരെ അറിയുന്നവർ, അവരെ നന്നായി അറിയുന്നവരായിരിക്കുമല്ലോ അവരുടെ വീട്ടിലുള്ളവർ, അവരത് എത്രത്തോളം അതിന് മുൻഗണന കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ മാനസികാവസ്ഥയ്ക്ക് ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം വളരെ വലുതല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യത്തിൽ അത് കുറയുന്നത് കൊണ്ട് തന്നെയല്ലേ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിലൊരു മറ്റൊരു ക്രൈമിലേക്ക് കൂടി പോകുന്നത് കാര്യങ്ങൾ? അതെ, തീർച്ചയായും ഈ ബന്ധങ്ങളുടെ ആഴം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈവൻ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈവൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനിടയിൽ പോലും ആ ഒരു ഡെപ്ത് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരാളുടെ യഥാർത്ഥത്തിലുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ഒരു സെൽഫ് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസിക അവസ്ഥ എന്താണെന്നുള്ളത് പുറത്തേക്ക് കൺവേ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ കൺവേ ചെയ്യപ്പെട്ടാൽ തന്നെ ആ രീതിയിൽ മറ്റേ ആൾ അല്ലെങ്കിൽ മറുസൈഡ് നിൽക്കുന്ന ആൾ സെൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ലേഡികളിലും ഇതേ പ്രോബ്ലം തന്നെ കാണാനായിട്ട് വരും. ഈവൻ സ്പൗസാണ്, ഹസ്ബൻഡ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ഇവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ഗ്രാവിറ്റി അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഒരു മാനസികാവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവായിട്ടുള്ള മൂഡിലൂടെ കടന്നു പോകുമ്പോൾ അത് ഓപ്പണായിട്ട്
ഓണസ്റ്റായിട്ട് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്, അതുപോലെ തന്നെ ക്ലോസ് ഫ്രണ്ട്സും. അപ്പോൾ ഇവരോട് പറയാതിരിക്കുമ്പോൾ ആണ് ആദ്യത്തെ പ്രോബ്ലം വരിക. ആക്ച്വലി മറ്റേയാൾ അറിയുന്നു പോലുമില്ല, പറഞ്ഞിട്ട് അറിയാത്തത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ മനസ്സ് തുറന്ന് ഓണസ്റ്റായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് റിലാക്സേഷൻ കൂടെയാണ്. അവരുടെ ഉള്ളിലുള്ള അവർ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഓപ്പണായിട്ട് വെന്റിലേറ്റ് ചെയ്യുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധിവരെ അവർക്കൊരു റിലാക്സേഷൻ കിട്ടും. പിന്നെ ഇനി അടുത്ത് നിൽക്കുന്ന ആൾക്ക് അത് സെൻസ് ചെയ്തിട്ടൊരു സിവിയർ പ്രോബ്ലം ആണ്, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ സമീപിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ബന്ധങ്ങൾ കുറേ കൂടെ ഓണസ്റ്റും സീരിയസും അതുപോലെ തന്നെ ഫെയ്ത്ത്ഫുള്ളും ആക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഈ മൂഡിലുണ്ടാകുന്ന ചേഞ്ചസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വേറൊരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റം, നമ്മുടെ കൾച്ചർ അനുസരിച്ചുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡിനെ പലപ്പോഴും വൈഫിൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ അനുവദിക്കാറില്ല. ഈവൻ മാരേജിന് ശേഷം, പ്രഗ്നൻസിക്ക് ശേഷം വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെയും സ്റ്റേ ചെയ്യാൻ അനുവദിക്കാറില്ല, ഡെലിവറിക്ക് ശേഷവും സ്റ്റേ ചെയ്യാൻ അനുവദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് കുറയുന്നതായിട്ടും പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നതിലൊരു വീഴ്ച വരുന്നതായിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സൊസൈറ്റി കുറേ കൂടെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ തന്നെയാണോ പോവേണ്ടത്, അല്ലെങ്കിൽ അതിനകത്തൊരു ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ കുറേ കൂടെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡീപ്പായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ്. ഡോക്ടർ എൽസി ഉമ്മൻ, താങ്കൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് വരുമ്പോൾ, ഈ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങൾ അമ്മയും അച്ഛനും പോലും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെ ഏറ്റവും മുതിർന്ന ആ മുത്തശ്ശി പോലും അറിഞ്ഞില്ല എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മളോട് നമ്മുടെ അച്ഛനും അമ്മയും ഒരു ചെറിയ തലവേദനയോ പനിയോ ഒക്കെ വരുമ്പോൾ പോലും ഇങ്ങനെ വെച്ചിരിക്കരുത്, നമുക്ക് ആശുപത്രി പോകാമെന്നൊക്കെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ, ഈ ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രത്തോളം സങ്കീർണമാണെന്ന് നമുക്കറിയാം. ഓരോ മാസത്തിലും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പ്രസവം നമ്മൾ എത്ര സങ്കീർണമായി കാണുന്നത്, ആ വിഷയമൊക്കെ ഇത്രയും വളരെ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റും, അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് ജീവിക്കണമെന്നൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത്. മറ്റു ചില അമ്മമാർ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊന്ന ശേഷം അവരും ആത്മഹത്യ ചെയ്യുന്ന കേസുകളുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഈ കുട്ടി ചെയ്തിരിക്കുന്നത് അതിനെ അടുത്തുള്ള ആ വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞ ശേഷം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു തൻ്റെ അപമാനത്തിൽ നിന്ന് മോചിതയാവുക എന്നുള്ള ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു ആ കുട്ടി ആഗ്രഹിച്ചിരുന്നത് എന്ന് വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഇത് ഡിപ്രഷൻ, നമ്മൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാതെ ആധികാരികമായിട്ട് പറയാനായിട്ട് പാടില്ല പറയുന്നത് ശരിയുമല്ല. എന്നിരുന്നാലും സാധാരണഗതിയിൽ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അമ്മ, ഡിപ്രഷൻ ആണ് കാരണമെങ്കിൽ കുട്ടി സ്വയം മരിക്കാനായിട്ട് ആത്മഹത്യയുടെ ഒരു തോട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മറ്റൊരാളുടെ ബാധ്യതയാവരുത്, മറ്റൊരാൾക്ക് ഒരു ഭാരമായി തീരരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പലപ്പോഴും കുട്ടിയെ കൊല്ലുന്നത്. പക്ഷെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കുട്ടിയെ വലിച്ചെറിയുകയാണ് ഉണ്ടായത്. ഒരു പക്ഷെ അതിന് മുമ്പേ കൊലപാതകം നടന്നു, അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചിട്ട് പറയേണ്ടതാണ്. നടക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കരച്ചിൽ പുറത്ത് കേൾക്കേണ്ടതല്ലേ? കൊച്ചിന്റെ കരച്ചിൽ ആരും കേട്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ആകാനാണ് കൂടുതലും. അതെ ഡോക്ടർ, അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പോലീസ് പറയുന്നുണ്ടായിരുന്നു ഈ കഴുത്തിൽ എന്തോ മുറുക്കി കൊല്ലാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ടായിരുന്നു. അതെ, കാരണം 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ഈ 3 മണിക്കൂർ ഗ്യാപ്പിൽ തീർച്ചയായിട്ടും കുട്ടി ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ കരയേണ്ടതാണ്. പിന്നെ നമ്മൾ പ്രീടേം ഡെലിവറി ഒരിക്കലും മറന്നുകൂടാ. മാസം തികയാതെയുള്ള പ്രസവമാകുമ്പോൾ വലിയൊരു ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാകണമെന്നില്ല. കാരണം അത്രയും നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നുമില്ല. എന്നിരുന്നാലും സ്വന്തം വീട്ടിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പുറമേക്കാർക്ക് ഒരു പക്ഷേ അത് അത്ര എവിഡന്റ് ആയിട്ട് വരണമെന്നുമില്ല. പിന്നെ താങ്കൾ ഇത് സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള കുട്ടി ഇതായിരുന്നില്ല ചെയ്യേണ്ടത്.
ഒരു റേപ്പിന് ഇരയായെങ്കിൽ അത് അധികാരപ്പെട്ടവരെ അറിയിക്കുക, അല്ലെങ്കിൽ നിയമസഹായം തേടുക, പേരൻസിനോട് തുറന്നു പറയുക. ഇൻഫാക്ട് ഈ പ്രഗ്നൻസി തടയാൻ പോലും മാർഗങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അവലംബിക്കാവുന്നതാണ്. അതായത് റേപ്പ് വിക്ടിംസിനൊക്കെ ഗൈനക്കോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ എക്സാമിനേഷൻ ചെയ്തിട്ട് അതിനൊരു സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രം ശാസ്ത്രം വളർന്നിട്ടുണ്ട്. അപ്പൊ അത്തരം സ്റ്റെപ്സ് ഒക്കെ എടുക്കാവുന്നതാണ്. അല്ല, ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഈവൻ പ്രഗ്നന്റ് ആയാൽ പോലും നിയമത്തിന്റെ അനുവാദത്തോടെ ടെർമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ ഉള്ള സാഹചര്യം നിയമം തന്നെ ഒരുക്കുന്നുണ്ട്. നിയമം ആ രീതിയിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പൊ അതൊന്നും എടുക്കാതെ ഒരു ക്രൈം ചെയ്യുന്നതിലൂടെ എന്ത് ജീവിതമാണ് നേടാൻ പോകുന്നത്? ഒരു ജീവിതവും നേടാൻ പോകുന്നില്ല. ജീവിതം വീണ്ടും നഷ്ടപ്പെടുത്തി കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ജഡ്ജ്മെന്റ് എറർ ഉണ്ട്. അതായത് ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത്രയും ചെയ്യേണ്ട സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാതെ പോയി. അതൊരു പക്ഷേ അതിന് ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ കുറവ് കൊണ്ടായിരിക്കാം, തുറന്നു പറച്ചിൽ സാധ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ ആ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? ഇത് യഥാർത്ഥത്തിൽ റേപ്പ് തന്നെ ആയിരുന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചൂഷണമായിരുന്നോ, ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ, വീട്ടിൽ നിന്നും അകന്ന് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഇതിന്റെയൊക്കെ റിസ്ക് ഉണ്ട്, അതൊക്കെ എത്രമാത്രം ഉണ്ട്, അതോ ഇത് പ്യുവർലി ഒരു റേപ്പ് വിക്ടിം തന്നെ ആയിരുന്നോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് വളരെയധികം എമ്പതിയോടെ വേണം കാണാനായിട്ട്. കാരണം ഒരു സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്നത്, ഭർത്താവില്ലാതെ ഒരു സ്ത്രീ അമ്മയാകുക, അതും ബൈ ഫോഴ്സ് റേപ്പിന് ഇരയാക്കി അമ്മയാകുക എന്ന് പറയുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ച് വളരെയധികം ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. വളരെയധികം മനസ്സിന് മുറിവേൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ അതിന് ഒരു പ്രശ്നവും ഇല്ലാത്തവർ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ അതിന്റെ ഒരു മാനസികാവസ്ഥയിൽ, ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിൽ, ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ, റേപ്പിന് ഇരയായ ഒരു അവസ്ഥയിൽ, ഗർഭിണിയായ ഒരു അവസ്ഥയിൽ, കുട്ടിക്ക് എന്താ പറയുന്ന ഒരു ശരിയായിട്ടുള്ള ഒരു മാരേജിന്റെ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ, നിയമത്തിന്റെ ഒരു രീതിയിലുമുള്ള ഒരു കെട്ടുറപ്പില്ലാത്ത ഒക്കെ ഒരു അവസ്ഥയിൽ അതിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ കാണേണ്ടതാണ്. അങ്ങനെ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ഒരു പക്ഷേ നേരാവണ്ണം ചിന്തിക്കാനോ അല്ലെങ്കിൽ ശരിയോ തെറ്റോ വിവേചിക്കാനോ ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി അവിടെ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ ആര് തന്നെ ആയിക്കോട്ടെ, പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, ഒരു പക്ഷെ ഇത്തരം അബദ്ധങ്ങളിലൊക്കെ പോയിപ്പെടാം, ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഒരു പക്ഷെ പോയിപ്പെടാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ദുരന്തത്തിൽ ഇരയായെന്ന് വരാം, അല്ലെങ്കിൽ ഇതുപോലെ അബ്യൂസിന് ഇരയായെന്ന് വരാം, അല്ലെങ്കിൽ ഒരു പക്ഷെ മനഃപൂർവ്വമായിട്ട് വിത്ത് കൺസെന്റ് എന്തെങ്കിലും ഒരു അബദ്ധമോ അല്ലെങ്കിൽ തെറ്റോ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് വന്നാൽ ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ അത് വീട്ടിൽ ഓടി വന്ന് പറയാൻ ഉള്ള ഒരു സാഹചര്യം കുടുംബാന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി തുറന്നു പറയാനായിട്ടുള്ള ഒരു സന്നദ്ധത കാണിച്ചേനെ. പിന്നെ ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പ് തന്നെ നോക്കിയാൽ സൗഹൃദങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലാത്തൊരു സാഹചര്യമാണ്. എല്ലാം ഒരു സൂപ്പർഫിഷ്യൽ സൗഹൃദത്തിനപ്പുറത്തേക്ക് ഒരു നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദം. തീർച്ചയായും ഡോക്ടർ എൽസ്യൂമൻ, എനിക്ക് അതിലേക്ക് വിശദമായി വരേണ്ടതുണ്ട്. ശ്രീ നിതിൻ, ഇപ്പം നേരത്തെ എൽസ്യൂമൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമുക്ക് വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. വളരെ ചുരുക്കി പറയുമ്പോൾ ഈ സൗഹൃദങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് തോന്നുന്നു. കാലം മാറി എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പെട്ടെന്ന് പറയുന്നത് പോലെയല്ല, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് എത്രത്തോളം കുഞ്ഞുങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഏത് രീതിയിൽ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ സംശയമുണ്ട്. തീർച്ചയായും റിലേഷൻഷിപ്പുകൾക്ക് ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ആവിർഭാവത്തിന് ശേഷം ഡയറക്റ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് വളരെ കുറവാണ്. ഈവൻ നമ്മുടെ വീട്ടിലാണെങ്കിലും നൈബർഹുഡ് ഇൻട്രാക്ഷൻ ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് കുറയും, വെർച്വൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റിയൽ ഐഡൻറ്റിറ്റി മറ്റുള്ളവരുമായിട്ട് എക്സ്പോസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ റിയലി ആരാണ്, നമ്മുടെ മനസ്സ് ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് ഓപ്പണായിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഒരു എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മൾ പുറത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫും നമ്മുടെ റിയൽ സെൽഫും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രസ്ട്രേഷനായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ എക്സാജുറേറ്റ് ചെയ്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അവരുടെ എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയെ നമ്മുടെ റിയൽ ഐഡൻറ്റിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധം രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാക്കുന്നതിൽ പ്രായോഗികമായിട്ട് പരാജയപ്പെടുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്,
ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആക്ടിവിറ്റികളൊക്കെ തന്നെ കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും മറ്റ് റിലേറ്റീവ്സിനിടയിലുള്ള റിലേഷൻഷിപ്പുകളാണെങ്കിലും എല്ലാം നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ലൈഫ് കുറെ കൂടെ മീനിങ് ഫുള്ളും പർപ്പസ്ഫുള്ളും ആക്കി മാറ്റാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ എൽസ്യൂമൻ, അവസാനമായി ആ കാര്യത്തിൽ എനിക്ക് താങ്കളോടും കൂടി ചോദിക്കേണ്ടത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണം എന്നുള്ളൊരു കാര്യം, അവബോധം, ഒരു ബോധവൽക്കരണം അത് എപ്പോഴും മാതാപിതാക്കൾക്കും ആവശ്യമാണല്ലോ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരു ക്രൈസിസ് ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ കുട്ടികളെ സജ്ജരാക്കി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കുട്ടിയെ സംബന്ധിച്ച് അതിന്റെ ജീവിതത്തിൽ വന്നൊരു ക്രൈസിസ് ആണ്. റേപ്പ് വിക്ടിമിന് ഇരയാകുക, അതിനുശേഷമുള്ള കുറച്ച് സാഹചര്യങ്ങൾ ജീവിതത്തിൽ അതിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇൻഫാക്ട് അതിന്റെ ഭാവി തന്നെ ഇല്ലാതെയാക്കി. അതുകൊണ്ട് ജീവിതത്തിൽ ക്രൈസിസ് വരുന്നത് ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും വരാം, അറിഞ്ഞോ അറിയാതെ ഒക്കെ വരാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാം. ആ സമയത്ത് എന്ത് നിലപാടാണ് ഒരു കുട്ടി എടുക്കുന്നത്, എന്ത് ചെവിടുവെപ്പാണ് എടുക്കുന്നത്, ഏത് തരം മാർഗങ്ങളാണ് ആ കുട്ടി തേടിയത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ആ കുട്ടിയുടെ ജീവിതത്തിന്റെ ദിശയെ തന്നെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ, മാതാപിതാക്കളായ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത് ക്രൈസിസ് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ എൽസ്യൂമൻ, ശ്രീ നിധിൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഈ ലേഡീസ് ബാൻഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.